നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ബി.ജെ.പി. കേരള ഘടകം അധ്യക്ഷനും നേമത്തെ NDA സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖറിന്റെ നാമനിർദ്ദേശ പത്രിക സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം സ്വീകരിച്ചു. നേരത്തെ പത്രിക സ്വീകരിക്കണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാനായി മാറ്റിവെച്ചിരുന്നു. ബംഗളൂരുവിലെ വീടിന്റെ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് കോൺഗ്രസ് ഉന്നയിച്ച പരാതിയെ തുടർന്നാണ് പത്രിക ആദ്യം മാറ്റിവെച്ചത്. കോൺഗ്രസ് ഉന്നയിച്ച പരാതി വരണാധികാരി തള്ളി. നേമത്തെ ബി.ജെ.പിയുടെ മുന്നേറ്റത്തിലുള്ള ഭയമാണ് കോൺഗ്രസിന്റെയും CPM-ന്റെയും ഇത്തരം ആരോപണങ്ങൾക്ക് പിന്നിലെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കേരളം ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളിലൊന്നായ നേമത്ത് മത്സരം മുറുകിത്തുടങ്ങിയതോടെ വിവാദങ്ങളും തുടങ്ങി. രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രചാരണത്തിന് അഘോരികളെ രംഗത്തിറക്കിയെന്നതാണ് പുതിയ വിവാദം. നെടുങ്കാട്ട് ഒരു യോഗത്തിൽ രാജീവ് ചന്ദ്രശേഖറിനെ അഘോരി അനുഗ്രഹിക്കുന്ന ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവന്നു. ഇതിനെതിരെ LDF സ്ഥാനാർത്ഥി V. ശിവൻകുട്ടി രംഗത്തെത്തി. അഘോരികളെ പ്രചാരണത്തിന് കൊണ്ടുവരുന്നത് ഗുരുതരമായ ചട്ടലംഘനമാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. മതം രാഷ്ട്രീയത്തിൽ ഇടപെടാൻ പാടില്ലെന്ന് ഭരണഘടനയിൽ പറയുന്നുണ്ട്. അഘോരികൾ മതപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിൽ തെറ്റില്ല. ഇനി വീടുകളിൽ പ്രചരണത്തിന് പോകുമോ എന്ന ഭയത്തിലാണ് ജനങ്ങളെന്നും സ്കൂൾ സമയത്ത് ഇവർ ഇറങ്ങിയാൽ കുട്ടികൾ ഭയന്നു പോകുമെന്നും V. ശിവൻകുട്ടി പരിഹസിച്ചു. പ്രചാരണത്തിന് സന്യാസിമാരെ കൊണ്ടുവന്നുവെന്നത് രാജീവ് ചന്ദ്രശേഖർ നിഷേധിച്ചു. ഉത്തർപ്രദേശിൽ നിന്ന് കന്യാകുമാരിയിലേക്ക് പോയ അഘോരി യാത്രാമധ്യേ തങ്ങളുടെ കുടുംബയോഗത്തിലെത്തി ബി.ജെ.പി. സ്ഥാനാർത്ഥിയാണോ എന്ന് ചോദിച്ച് അടുത്തു വരികയായിരുന്നുവെന്ന് വിശദീകരിച്ചു. അഘോരിയുടെ വാഹനത്തിന് ഇന്ധനം നിറയ്ക്കാൻ കാശ് ചോദിച്ചപ്പോൾ 500 രൂപ കൊടുത്തതായും അദ്ദേഹം പറഞ്ഞു. ആലപ്പുഴ ഹരിപ്പാട് നിന്ന് 50 കിലോ ഭാരം വഹിക്കാൻ കഴിയുന്ന 20 ലക്ഷം രൂപയുടെ ചൈനീസ് നിർമ്മിത ഡ്രോൺ പിടികൂടി. ഹരിപ്പാട് മേഖലയിൽ വലിയൊരു ഡ്രോൺ പറത്തുന്നുവെന്ന് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇത് പിടിച്ചെടുത്തത്. പിടിച്ചെടുത്ത ഡ്രോൺ പിന്നീട് വിശദ പരിശോധനയ്ക്കായി കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗത്തിന് കൈമാറി. കസ്റ്റംസിന്റെ പരിശോധനയിൽ DGCA-യുടെ അനുമതിയില്ലാതെ നിയമവിരുദ്ധമായി ഇന്ത്യയിലേക്ക് കടത്തിയ ഡ്രോണാണ് ഇതെന്ന് സ്ഥിരീകരിച്ചു. രാജ്യസുരക്ഷ കണക്കിലെടുത്ത് വിദേശ ഡ്രോണുകളുടെ ഇറക്കുമതിയും ഉപയോഗവും കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ നിരോധിച്ചതാണ്. ഹരിപ്പാട് കരുവാറ്റിയിലുള്ള ഒരു വീട്ടിൽ നിന്നാണ് ഈ ഡ്രോൺ പിടിച്ചെടുത്തതെന്നാണ് വിവരം. വിദേശത്ത് ജോലി ചെയ്യുന്ന യുവാവാണ് ഇതിന്റെ ഉടമസ്ഥനെന്നാണ് അറിയുന്നത്. ഇയാളുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് എന്നാണ് ഇയാൾ നൽകിയിരിക്കുന്ന മൊഴി. ഇത്തരമൊരു ഡ്രോൺ നിയമപ്രകാരം രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യാൻ അനുമതിയില്ലാതിരിക്കെ ഇത് എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്നാണ് കസ്റ്റംസ് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. ഇത് സാധാരണ ദൃശ്യങ്ങൾ പകർത്താൻ ഉപയോഗിക്കുന്ന തരം ഡ്രോൺ അല്ല, മറിച്ച് വലിയ ഭാരം വഹിക്കാൻ ശേഷിയുള്ള ചൈനീസ് കമ്പനിയായ DJI-യുടെ അഗ്രോസ് വിഭാഗത്തിൽപ്പെട്ട ഡ്രോൺ ആണെന്നാണ് റിപ്പോർട്ടുകൾ. കൃഷിയിടങ്ങളിൽ മരുന്ന് തളിക്കാനും വിതയ്ക്കാനും വേണ്ടിയാണ് ഇവ പ്രധാനമായും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. എന്നാൽ നിയമവിരുദ്ധമായി ഇത് എത്തിച്ചു എന്നതാണ് കുറ്റകരം. റിപ്പോർട്ടർ ചാനലിന്റെ സെക്യൂരിറ്റി ക്ലിയറൻസ് പിൻവലിച്ചെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ. റിപ്പോർട്ടർ ചാനലിന്റെ ലൈസൻസ് ചോദ്യം ചെയ്തുള്ള സാബു M. ജേക്കബിന്റെ ഹർജിയിലാണ് റിപ്പോർട്ടർ ചാനലിന്റെ ലൈസൻസ് ഉടമകൾക്കുള്ള സെക്യൂരിറ്റി ക്ലിയറൻസ് പിൻവലിച്ചെന്ന കാര്യം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഹൈക്കോടതിയെ വാക്കാൽ അറിയിച്ചത്. ഹർജിയിൽ ലൈസൻസ് ഉടമ MV നികേഷിനോട് വിശദീകരണം തേടിയിട്ടുണ്ടെന്ന് കേന്ദ്ര പ്രക്ഷേപണ മന്ത്രാലയം അറിയിച്ചു. ഏപ്രിൽ 2-നകം വിശദീകരണം നൽകാനാണ് നിർദ്ദേശം. വിശദീകരണം പരിശോധിച്ച ശേഷം നിയമാനുസൃത നടപടി സ്വീകരിക്കാനും കേന്ദ്രത്തിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. CPM മുൻ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസ് പിന്തുണയിൽ മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമായ TK ഗോവിന്ദന്റെ ഭാര്യ KP രമണിയെ CPM പുറത്താക്കി. UDF കൺവെൻഷനിൽ പങ്കെടുത്തതിനാണ് രമണിക്കെതിരെ നടപടി. CPM ശ്രീകണ്ഠാപുരം ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു KP രമണി. കൂടത്തായി കൂട്ടക്കൊലക്കേസ് പ്രതി ജോളി ജോസഫിന്റെ ജീവിതം പ്രമേയമാക്കിയെന്ന് പറയപ്പെടുന്ന അണലി വെബ് സീരീസിന്റെ റിലീസ് തടയണമെന്ന ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചില്ല. ഇത്തരം പരാതികളിൽ തീർപ്പ് കൽപ്പിക്കാൻ IT നിയമപ്രകാരം മറ്റു സംവിധാനങ്ങൾ നിലവിലുണ്ടെന്ന് വ്യക്തമാക്കി ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ഹർജിയിലെ തുടർ നടപടികൾ അവസാനിപ്പിച്ചു. കൊച്ചി ബിനാലയിലെ ഫൗണ്ടേഷന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ബോസ് കൃഷ്ണമാചാരി രാജിവെച്ചത് ലൈംഗിക ആരോപണത്തെ തുടർന്ന്. ബിനാലയുടെ നിലവിലെ ചെയർമാൻ V. വേണു ബോസ് കൃഷ്ണമാചാരിക്കെതിരെ പരാതി ലഭിച്ചിരുന്നുവെന്ന് ഒരു മാധ്യമത്തോട് പറഞ്ഞു. കൊച്ചി മുസിരിസ് ബിനാലയുടെ പ്രസിഡന്റും ഫൗണ്ടേഷന്റെ ട്രസ്റ്റ് അംഗവുമായിരുന്ന ബോസ് കൃഷ്ണമാചാരി 2026 ജനുവരി 14-നാണ് രാജിവെച്ചത്. കുടുംബപരമായ കാരണങ്ങളാലാണ് രാജി എന്നായിരുന്നു അന്ന് നൽകിയിരുന്ന വിശദീകരണം. എന്നാൽ ബിനാലയുടെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന യുവതി നൽകിയ ലൈംഗിക പീഡന ആരോപണത്തെ തുടർന്നാണ് അദ്ദേഹം രാജിവെച്ചതെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത വിധം പരീക്ഷാ നടത്തിപ്പിൽ വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നു. ഇന്നലെ നടക്കേണ്ടിയിരുന്ന 9ാം ക്ലാസ് വാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ മിക്ക ജില്ലകളിലും കൃത്യസമയത്ത് സ്കൂളുകളിൽ എത്തിയില്ല. ആർട്ട്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, വർക്ക് എഡ്യൂക്കേഷൻ പരീക്ഷകളാണ് ഇതോടെ പ്രതിസന്ധിയിലായത്.
ആർട്ട് എഡ്യൂക്കേഷൻ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, വർക്ക് ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ എന്നിങ്ങനെ 3 വിഭാഗങ്ങളാണ് 45 മാർക്കിന് 2 മണിക്കൂർ പരീക്ഷ നടത്തുന്നത്. ഈ പരീക്ഷയിലാണ് സംഭവം. ഓരോ വിഭാഗത്തിനും 15 മാർക്ക് വീതമാണ് നിശ്ചയിച്ചിരുന്നത്. എന്നാൽ സ്കൂളുകളിൽ ലഭിച്ച അച്ചടിച്ച ചോദ്യപേപ്പറുകളിൽ വർക്ക് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ട നിലയിലായിരുന്നു. തൃശൂർ തൃപ്രയാറിൽ ജിംനേഷ്യം, ബ്യൂട്ടി സലൂൺ എന്നിവയുടെ മറവിൽ ലഹരിമരുന്ന് വിറ്റ് യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. തൃപ്രയാറിൽ ജിംനേഷ്യത്തിൽ ജോലി ചെയ്യുന്ന പെരിങ്ങോട്ടുകര താന്യം സ്വദേശി ചിറയത്ത് വീട്ടിൽ ശ്രീലക്ഷ്മിയാണ് അറസ്റ്റിലായത്. ഇവരിൽ നിന്ന് 2.270 കിലോഗ്രാം ഹാഷിഷ് ഓയിലും ലഹരിമരുന്ന് വിറ്റ് ലഭിച്ച 90,500 രൂപയും കണ്ടെടുത്തു. മുതിർന്ന കോൺഗ്രസ് നേതാവും രാജ്യസഭാ എംപിയുമായ സോണിയാഗാന്ധി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശാരീരിക ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടതിനെ തുടർന്ന് ദില്ലിയിലെ സർ ഗംഗാറാം ആശുപത്രിയിലാണ് സോണിയാഗാന്ധിയെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. സോണിയാഗാന്ധിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. മക്കളായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ആശുപത്രിയിലുണ്ട്. കാലാവസ്ഥയിൽ പെട്ടെന്നുണ്ടായ മാറ്റമാണ് ശാരീരിക ബുദ്ധിമുട്ട് നേരിടാൻ കാരണമായതെന്നാണ് റിപ്പോർട്ട്. ചൊവ്വാഴ്ച വൈകുന്നേരത്തോടെയാണ് സോണിയാഗാന്ധി വൈദ്യസഹായം തേടിയത്. ക്രിസ്തുമതം സ്വീകരിച്ച പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് SC/ST നിയമത്തിന്റെ സംരക്ഷണം ലഭിക്കില്ല. പരിവർത്തിത ക്രൈസ്തവരാകുന്നതോടെ SC/ST പദവി നഷ്ടപ്പെടുമെന്നും സുപ്രീം കോടതി പറഞ്ഞു. ഹിന്ദു, സിഖ്, ബുദ്ധ വിഭാഗങ്ങൾക്ക് പട്ടികജാതി പട്ടികവർഗ പദവിയും സംരക്ഷണവും ലഭിക്കും. ഇവയ്ക്ക് പുറത്തുള്ള മതത്തിലേക്ക് പോയാൽ SC/ST വിഭാഗമായി കണക്കാക്കാനോ ആ പദവിക്കായി അവകാശപ്പെടാനോ കഴിയില്ല. അക്കാര്യം 1950 ഭരണഘടന പട്ടികജാതി ഉത്തരവിലെ ക്ലോസ് 3 ജസ്റ്റിസുമാരായ പ്രശാന്ത് കുമാർ മിശ്ര, NV അഞ്ചാരിയ എന്നിവരടങ്ങിയ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. ഇന്ത്യൻ വ്യോമസേനയ്ക്കായി വമ്പൻ കരാറുകളുമായി കേന്ദ്ര സർക്കാർ. മെഗാ കരാറുകളിൽ 114 റാഫേൽ യുദ്ധവിമാനങ്ങൾ, 60 മീഡിയം ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റുകൾ, നൂതന വ്യോമ നിരീക്ഷണ സംവിധാനങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. പ്രതിരോധത്തിനായുള്ള പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ലോക്സഭയിൽ സമർപ്പിച്ച സമീപകാല റിപ്പോർട്ട് അനുസരിച്ച് 2025-26 എസ്റ്റിമേറ്റുകളെ അപേക്ഷിച്ച് ഇത്തവണ വ്യോമസേനയുടെ ബജറ്റിൽ 37.03% വർധനവ് ഉണ്ടാകും. തീവണ്ടി യാത്രക്കാരുടെ ടിക്കറ്റുകൾ റദ്ദാക്കുന്ന നിയമങ്ങൾ പരിഷ്കരിച്ച് ഇന്ത്യൻ റെയിൽവേ. ബർത്ത് ഉറപ്പായ ടിക്കറ്റുകൾ യാത്ര തുടങ്ങുന്നതിന് 72 മണിക്കൂർ മുൻപ് റദ്ദാക്കിയാലേ മുഴുവൻ തുകയും തിരിച്ചു കിട്ടൂ. റദ്ദാക്കൽ ചാർജ് ഇനത്തിലെ നാമമാത്രമായ തുകയെ ഈടാക്കൂ. ഇത് 48 മണിക്കൂർ മുൻപ് വരെയായിരുന്നു. ഏപ്രിൽ 15-നകം പരിഷ്കാരം നിലവിൽ വരുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. 24 മുതൽ 8 മണിക്കൂർ വരെ റദ്ദാക്കിയാൽ 50% തുക നഷ്ടമാകും. 8 മണിക്കൂറിനകത്താണ് റദ്ദാക്കുന്നതെങ്കിൽ മുഴുവൻ തുകയും നഷ്ടമാകും. നിലവിൽ ഇത് 4 മണിക്കൂർ മുൻപ് വരെയായിരുന്നു. കാശ്മീരിനെ ഇന്ത്യയിൽ നിന്നും വേർപെടുത്താൻ സമരം ചെയ്ത അസിയ അദ്രാബിയയ്ക്ക് ലഷ്കർ-ഇ തോയ്ബ നേതാവ് ഹാഫിസ് സയ്യിദുമായി ബന്ധം. ഇതാണ് അവർക്ക് ജീവപര്യന്തം ശിക്ഷ വിധിക്കാൻ ഡൽഹി കോടതിയെ പ്രേരിപ്പിച്ച ഒരു പ്രധാന ഘടകം. രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്തതിനും ഗൂഢാലോചന നടത്തിയതിനും രൂപീകരിച്ച ദുഖ്തരൻ-ഇ മില്ലത്തിന്റെ മേധാവിയായിരുന്നു ഇവർ. ദുഖ്തരൻ-ഇ മില്ലത്ത് DEM എന്ന വനിതാ വിഘടനവാദ സംഘടന സ്ഥാപിച്ച അദ്രാബിയെ 2018 ഏപ്രിലിൽ ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തിരുന്നു. തുടർന്ന് ആ സംഘടനയെ നിരോധിച്ചു. ശ്രദ്ധ തെറ്റിയ ഒരു ഓട്ടോ ഡ്രൈവറുമായുള്ള അനുഭവം പങ്കുവച്ച് ഒരു സ്ത്രീ റോഡ് സുരക്ഷയെക്കുറിച്ച് ഗൗരവമേറിയ ഒരു ചർച്ചയ്ക്ക് തുടക്കമിട്ടു. അടുത്തിടെ ഒരു യാത്രയ്ക്കിടെ ഓട്ടോ ഡ്രൈവർ റോഡ് നോക്കുന്നതിന് പകരം റീലുകളിലൂടെ സ്ക്രോൾ ചെയ്യുന്നത് ഇവർ ശ്രദ്ധിച്ചു. ഇത് റിവേഴ്സ് എടുക്കുന്ന ട്രക്കുമായി കൂടിയിടിക്കുന്നതിനും കാരണമായെന്ന് ആരോപിക്കുന്നു. വാക്കാലുള്ള മുന്നറിയിപ്പുകളും ആ സ്ത്രീ അയാളുടെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയ വസ്തുതയും ഉണ്ടായിരുന്നിട്ടും ഡ്രൈവർ സ്ക്രോൾ ചെയ്യുന്നത് തുടർന്നു. സോഷ്യൽ മീഡിയയോടുള്ള അപകടകരവും വ്യാപകവുമായ ആസക്തി എന്നവർ അതിനെ വിശേഷിപ്പിച്ച് വീഡിയോ എടുത്തു കാണി. 2019 യഥാർത്ഥ നിയമം ഭേദഗതി ചെയ്യുന്ന ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ അവകാശ സംരക്ഷണ ഭേദഗതി ബിൽ 2026 ചൊവ്വാഴ്ച ലോക്സഭ ശബ്ദ വോട്ടോടെ പാസാക്കി. സാമൂഹ്യനീതി ശാക്തീകരണം മന്ത്രി വീരേന്ദ്ര കുമാറാണ് ബിൽ അവതരിപ്പിച്ചത്. നിരവധി വ്യക്തികളെ ഒഴിവാക്കുന്നതിനായി ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ നിർവചനം ബിൽ മാറ്റുന്നു. ബില്ലിലെ ട്രാൻസ്ജെൻഡർ വ്യക്തി എന്നതിന്റെ നിർവചനം ഇപ്രകാരമാണ്: കിന്നർ, ഹിജ്റ, അരവാണി, ജോക്ത തുടങ്ങിയ സാമൂഹിക സാംസ്കാരിക ഐഡന്റിറ്റികളുള്ള വ്യക്തി, അല്ലെങ്കിൽ താഴെ വ്യക്തമാക്കിയിട്ടുള്ള ഇന്റർസെക്സ് വ്യത്യാസങ്ങളുള്ള വ്യക്തി, അല്ലെങ്കിൽ ജനന സമയത്ത് പുരുഷന്റെയോ സ്ത്രീയുടെയോ വികാസവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇനി പറയുന്ന ഒന്നോ അതിലധികമോ ലൈംഗിക സ്വഭാവ സവിശേഷതകൾ, ജന്മനാ വ്യതിയാനങ്ങളുള്ള വ്യക്തി. എ. പ്രാഥമിക ലൈംഗിക സവിശേഷതകൾ. ബി. ബാഹ്യ ജനനേന്ദ്രിയം. സി. ക്രോമസോം പാറ്റേണുകൾ. ഡി. ഗൊണാഡൽ വികസനം. ഇ.
എൻഡോജനസ് ഹോർമോൺ ഉൽപാദനം അല്ലെങ്കിൽ പ്രതികരണം അല്ലെങ്കിൽ മറ്റു മെഡിക്കൽ അവസ്ഥകൾ ഏതെങ്കിലും തരത്തിലുള്ള ബലപ്രയോഗത്തിലൂടെ ലിംഗവ്യക്തിത്വത്തിലേക്ക് നിർബന്ധമായി പ്രവേശിക്കുന്ന ട്രാൻസ്ജെൻഡർ വ്യക്തികളെയും ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുവൈറ്റ് രാജ്യാന്തര വിമാനത്താവളത്തിലെ ഇന്ധന ടാങ്കിന് നേരെ ഇറാൻ ഡ്രോൺ ആക്രമണം. തീപിടുത്തമുണ്ടായെങ്കിലും ആളപായമില്ലെന്ന് കുവൈറ്റ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു. അടിയന്തര നടപടികൾ ഉടൻ തന്നെ സ്വീകരിച്ചതായും അഗ്നിശമന സേനാംഗങ്ങൾ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കിയതായും അതോറിറ്റി വ്യക്തമാക്കി. വാൾസ്ട്രീറ്റ് ജേർണലിന്റെ റിപ്പോർട്ട് പ്രകാരം ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയെ പിന്തുണയ്ക്കുന്നതിനായി 82ാമത് എയർബോൺ ഡിവിഷനിൽ നിന്ന് ഏകദേശം 3000 സൈനികരെ വിന്യസിക്കാൻ പെന്റഗൺ തയ്യാറെടുക്കുകയാണ്. ഇറാനുമായി ചർച്ചകൾക്ക് ട്രംപ് ഭരണകൂടം ശ്രമിക്കുന്നുണ്ടെങ്കിലും മേഖലയിലെ വൻതോതിലുള്ള സൈനിക സന്നാഹം കനത്ത ആശങ്കയ്ക്ക് വക നൽകുന്നതാണെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.